ഹായ്, എൻ്റെ വീട്ടിലെ ലഞ്ച് പ്രിപ്പറേഷൻ്റെ സീൻസാണ് ഈ കാണുന്നത്. അപ്പം അടുപ്പ് കൊളുത്തിയിട്ടുണ്ട്, തീ കൊളുത്തിയിട്ടുണ്ട് അടുപ്പിൽ. അങ്ങനെ കുറച്ച് വിറകൊക്കെ കയറ്റിയിട്ട് ചോറിനുള്ള വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സൈഡ് ബൈ നമുക്ക് കറി ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം വറുത്തരച്ച സാമ്പാറാണ് വെക്കുന്നത്. അതിനുവേണ്ടി തേങ്ങ ചിരകിയിട്ടുണ്ട്. പരിപ്പ് കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പേരിക്കുള്ള കയ്പ്പയാണ്. പിന്നെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചോറ് വെന്ത വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് ഇടാം. അത് അടി പിടിക്കാതിരിക്കാൻ ഒന്ന് കലക്കി വെക്കുന്നതാണ്. എന്നിട്ട് തീയൊക്കെ സെറ്റാക്കിയിട്ട് നമുക്കിപ്പുറത്ത് വറുത്ത് അരക്കാനുള്ള തേങ്ങ റെഡിയാക്കാം. അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നുണ്ട്. ചെറിയ ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, തേങ്ങ, കുരുമുളക്, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൗഡർ, കായപ്പൊടി. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ വെള്ളം പോക്കാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം എടുക്കാൻ വേണ്ടി പുളി അവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെജിറ്റബിൾസ് വേവിക്കാൻ വേണ്ടി കുക്കറിലിടാം. അമ്മ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കാം, ഉപ്പിടാം, കലക്കാം, വേവിക്കാൻ വെക്കാം. ഇനി നമ്മൾ ജാറിൽ വറുത്തത് ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. അതിനി ദാൽ വെന്തയിലേക്ക് നമ്മൾ ഈ അരച്ചത് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ വറവിടണം. എന്നിട്ട് നമ്മൾ മുരിങ്ങാക്കോൽ വേവിച്ചിട്ടില്ല, അതും വെണ്ടയ്ക്കയും ഇടാൻ സെപ്പറേറ്റ് ആയിട്ട്. കറി റെഡി. അതിലേക്ക് ഇനി മറ്റ് വെജിറ്റബിൾസ് മിക്സ് ചെയ്യുക. കറി റെഡി, സാമ്പാർ. ഇനി ഉപ്പേരി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ്. കയ്പ്പയ്ക്കയാണ്. നന്നായിട്ട് മുറിച്ച് ചെറിയ പീസാക്കി മുറിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്തിട്ട് കരിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് വേവാൻ വയ്ക്കാം. അടച്ച് വെച്ചിട്ട് തുറന്നാൽ അതും റെഡി. ഇതാണ് ഫൈനൽ ലുക്ക് എൻ്റെ ഇന്നത്തെ ലഞ്ചിൻ്റെ. കൂടെ നല്ല മാങ്ങാച്ചാറും വെളുത്തുള്ളി അച്ചാറും.